ശാസ്ത്രാവബോധത്തിനും യുക്തിചിന്തക്കും തെല്ലുപോലും ഇടമില്ലാതിരുന്ന ഒരു ഇരുണ്ട കാലം നമ്മുടെ നാടിനുണ്ടായിരുന്നു. അവിടെ നിന്നും നവോത്ഥാന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളുമാണ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചും വിദ്യാഭ്യാസം സാർവത്രികമാക്കിയുമൊക്കെ നമ്മെ ശാസ്ത്രീയ ചിന്തയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. നമ്മുടെ നാടിൻ്റെ പുരോഗമനപരമായ ആ മുന്നോട്ടു പോക്കിൻ്റെ തുടർച്ച ഉറപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ. 30ഓളം മികവിൻ്റെ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാം. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ പോലെയുള്ള പരിപാടികൾക്ക് കേരളം വേദിയാവുന്നത് ഇതിൻ്റെയെല്ലാം തുടർച്ചയായാണ് എന്നതാണ് നാം കാണേണ്ടത്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ശാസ്ത്രബോധത്തിനനുസൃതമല്ലാത്ത പല പ്രവണതകളും നമ്മുടെ നാട്ടിലും ഉയർന്നു വരുന്നുണ്ട്. ഈ ആധുനിക കാലത്ത് പോലും നരബലി പോലെയുള്ള നീചകൃത്യങ്ങൾ നടന്ന നാടാണ് നമ്മുടേത്. പുരോഗമന ചിന്ത ഇത്രയേറെ വേരൂന്നിയ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ രീതിയിലുള്ള പ്രതിലോമ ചിന്തകൾ കടന്നു വരുന്നത് എന്നത് നാം ഗൗരവമായി കാണേണ്ടതാണ്. അവയെ തടുക്കാനുതകും വിധത്തിലുള്ള സാമൂഹികമായ ശാസ്ത്രാവബോധം വളർത്താൻ നമുക്ക് കഴിയണം. അതിനുള്ള ഉപാധികളായി മാറണം ശാസ്ത്രോത്സവങ്ങൾ. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ അമരക്കാരിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹമാണ് സയൻസ് ദശകം എന്ന കൃതി രചിച്ചത്. ആ കൃതിയിലെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഈ ശാസ്ത്രോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. ആ വാചകം ഇതാണ്: കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ. സന്തോഷപൂർവ്വം ഉദ്ഘാടനം നിർവഹിച്ചதை അറിയിക്കുന്നു.